ഹലോ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഇതാ നമ്മുടെ പോത്തുകുട്ടന്മാരൊക്കെ കിടക്കണുണ്ടോ? അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ നേരത്തെ എണിച്ചിട്ടുണ്ട് കേട്ടതാ. നമ്മുടെ തല കൊണ്ടാക്കണവൻ ഈ അറ്റത്താണ് കെട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് അത്രയും സ്ഥലം നോക്കുമ്പോൾ ഇവിടെയാണ് വന്ന് കിടക്കുന്നത്. ഗുണ്ടനാണെങ്കിൽ ഇവിടെ കിടക്കുക കേട്ടോ. ഗുണ്ടൻ അപ്പുറത്തെ സൈഡ് കിടക്കുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ടിട്ട് ഇങ്ങനെ പാല് ഇറക്കാൻ തുടങ്ങി. അപ്പോൾ പാല് ഇറക്കാൻ തുടങ്ങിയുള്ളൂ. ഞാൻ വൃത്തിയാക്കാൻ പറഞ്ഞില്ലേ, ഞാൻ വൃത്തിയാക്കാൻ പറഞ്ഞ കേൾക്കാണ്ട് വൃത്തിയാക്കാൻ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. രാവിലെ ക്ലീനിങ് കാര്യങ്ങൾ അവരൊക്കെ വെച്ചതാ. ഫുള്ളും നല്ല തീ വെച്ചിട്ടുണ്ട്. അപ്പം തീൻ്റെ അടുത്താണ് കിടക്കണത്. തണുത്തിട്ട് ചൂടാവാൻ വേണ്ടിയിട്ട് പാവങ്ങൾ രാവിലെ എഴുതുന്ന വീട്ടിലെ പരിപാടിയിലായിട്ട് പാല് കറന്ന് കഴിയാറായി. തുടങ്ങിയതല്ല, കഴിഞ്ഞാൽ പോകും. നിറയെ സ്പേസായ പോലെ ഉണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ. ഇവരൊക്കെ കിടക്കണ വേണ്ടിയില്ലേ, ഇതിനെക്കുറിച്ച് അങ്ങോട്ട് നീക്കി കിടത്തിയപ്പോൾ ഇവിടെ നിറയെ സ്ഥലം. അല്ലെങ്കിൽ ഇവനുള്ള സമയത്ത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവിടെ കിടക്കാനേ സ്ഥലം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നല്ലോണം സ്ഥലമുണ്ട്. അപ്പോൾ പാല് കറന്നുകൊണ്ടിരിക്കണുണ്ട. അപ്പോൾ നമ്മൾ ഒരാഴ്ചയായിട്ട് പാലക്കാട് ട്രിപ്പ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ട് പിന്നെ അഴിച്ചു വിടുന്നില്ല. കാരണം നമ്മൾ തിന്നാനൊന്നുമില്ല, നേരൊരു സാധനമില്ല. എല്ലാവിടെയും ഫുള്ള് ഡ്രൈ ആയിട്ട് ഒക്കെ ഉണക്കപ്പുല്ലായിട്ടില്ലേ, ഒന്നും തിന്നാനും ഇല്ല. അത് വേറൊരു കാര്യം. അതാണ് മെയിനായിട്ട് ഇവർ എവിടേക്കും വിടാത്തത്. ഇവനെന്താ കാണിക്കണേ? മൂത്രമൊക്കെ വെച്ചിട്ട് അതിലെന്നെ കിടക്കുക. ഞാൻ ഇവിടെ ക്ലീൻ ചെയ്തിട്ട് അവനവിടെ ഇപ്പോൾ എങ്ങനെ ഉണ്ട് നോക്കിയത്. അതുപോലെ തന്നെ വൃത്തിയിൽ കിടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ വൈക്കോലൊക്കെ വളമിട്ട് വയ്ക്കും. അപ്പോൾ ഒക്കെ വാരിക്കളഞ്ഞിരിക്കുക ഒന്നും കേട്ടോ. ഞാൻ വന്ന് ബ്രഷ് ചെയ്യുമ്പോഴേക്കും പുകയിട്ടത് കൊണ്ട് പിന്നെ അതൊക്കെ കത്തിയത് കൊണ്ട് പിന്നെ ഫുൾ ചാരമായിട്ടുണ്ട്. ഇത് ഫുള്ളും ചാരമായിട്ടുണ്ട്. അതിന് ഇനി നമുക്ക് വാരിക്കളയണം കേട്ടോ. ഞാൻ ഇവിടെ തന്നെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. എന്താണ് നമ്മുടെ മോർണിംഗ് പാല് ഇറക്കുന്ന വീഡിയോസ് കുറേ എടുത്തിട്ട് ഇപ്പോൾ രാവിലെ നമ്മുടെ പോയിട്ട് ക്ലീൻ ചെയ്യുന്നൊന്നും എടുക്കാൻ പറ്റിയില്ല. അല്ലെങ്കിൽ നമുക്ക് അതൊക്കെ ഒരു വീഡിയോ ഒക്കെ ചെയ്യായിരുന്നു. നമുക്ക് നാളെ ക്ലീൻ ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാം കേട്ടോ. നമ്മുടെ വളമൊക്കെ നിറഞ്ഞു കേട്ടോ. ഫുള്ള് നമ്മുടെ വളം നിറഞ്ഞു. നമ്മൾ ഈ വേലി കുളിച്ചിട്ട് അവിടെ ഒരു പറമ്പ് വരികയാണ്. അപ്പോൾ അവിടേക്ക് ഇട്ട് ഉണക്കി എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞോ? നമ്മൾ അരിച്ചാട്ടോ ഒഴിക്കണത്. കഴിഞ്ഞോ? പാല് അടയ്ക്കാൻ കുറച്ച് ഏറെ ഡേറ്റ് ആവണ പോലത്തെ ഒരു പാത്രമാണ്. അടച്ച് വെച്ചോട്ടോ. ചൂടുണ്ട് വയ്ക്കാം. കൊതുക് തിരി അതിന് മേലെ വയ്ക്കുക. ചൂടും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റി വയ്ക്കാം നമുക്ക്. മിക്കും എണീറ്റ് വന്നു. നമ്മൾ പാലൊക്കെ പൂ കൊണ്ട് കൊടുത്തിട്ട് വന്നു കേട്ടോ. പൂത്തെല്ലാം അഴിച്ചു വിട്ടു. പൂത്തെല്ലാം ഇവിടെ കെട്ടിയിട്ടുണ്ട്. ഇല്ല, എന്തിനാ കത്തി? ആ കയറഴിക്കാൻ്റെ അപ്പോൾ കത്തി എടുത്തിട്ട് വരാം. അപ്പോൾ കത്തി എടുക്കാൻ പോയതാണ് കേട്ടോ. അവൻ്റെ കഴുത്തിലുള്ള കയറ് നമുക്ക് അഴിച്ചു മാറ്റാം. അതിൻ്റെ മുഖമൊക്കെ പൊട്ടിയിട്ടുണ്ട്. നമുക്കപ്പോൾ രാവിലത്തെ പരിപാടി കഴിഞ്ഞ് അതുപോലെ പിന്നെ ഇവിടെ അഴിച്ചുകൊണ്ട് കെട്ടിയിടണ്ട. ഇവിടെയാണ് ഒരെണ്ണം കെട്ടുക. പിന്നെ വെയിൽ വരുമ്പോഴേ നമ്മൾ അങ്ങോട്ട് മാറ്റി കെട്ടുള്ളൂ കേട്ടോ. രണ്ടെണ്ണം നോക്കിയിട്. ഈ കയറ് കഴുത്തിൽ രണ്ടെണ്ണം നോക്കിയിട്. ഞാൻ കെട്ടാം. രണ്ടെണ്ണം നോക്കി ഇട്ട് കഴിഞ്ഞാൽ എന്താണ് അവന് കറക്റ്റ് പാകവും കയറ്. കഞ്ഞാടെ നമുക്ക് കയറ് കെട്ടി കൊടുക്കുക കേട്ടോ. വീട്ടിലും കുഞ്ഞുവാ വീട്ടിലൊന്നും സ്വത്ത് ഭാവിയ വീട്ടിലും. അപ്പോൾ ഇതാ നമ്മൾ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പോത്തിന് വെളിയിൽ കഴിച്ച് കെട്ടി പാലൊക്കെ കൊടുത്തിട്ട് വന്ന് നമുക്ക് പശുവിനെ കഴുകാൻ പോകാം. അപ്പോൾ കഴുകാൻ ഞാൻ കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ പശുവിനെ കഴുകാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പശുവിനെ കഴുകാം. അപ്പോൾ കഴുകുന്ന വീഡിയോസൊക്കെ നമ്മൾ ഒരുപാട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരത്തെ കഴുകാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഡെയിലി കഴുകുമൊന്നുമില്ല കേട്ടോ. അതിന് അത്രയ്ക്കുമുള്ള മേലെ ചാണകം എന്തൊക്കെ അതിൽ കഴുകുള്ളൂ. കുഞ്ഞു പശുവിനെ ഇനി കഴുകണം. അതിന് വേറൊരു ദിവസം കൊണ്ട് തന്നെ. പിന്നെ അവളിനാണെങ്കിൽ നമ്മൾ വീട്ടിലാണെങ്കിലും കഴുകണം കേട്ടോ.
ഇതൊരു പേടി മാടാണ്, ഇതൊരു പേടിയുള്ള വിഷയമാണ്. അപ്പോൾ കയറ് നന്നായി ചുരുക്കി പിടിക്കേ. അത് നമുക്ക് കഴുകി കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കഴുകിയിടാം. എന്താ വെള്ളം കഴുകിക്കൊണ്ടിരിക്കണം. ഇനി കഴുകിയിട്ട് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി കെട്ടിയിടാം. അപ്പോൾ അതാ നമ്മുടെ പശുവിനെ കഴുകി കഴിഞ്ഞു കേട്ടാ. ഇനി ഇവർക്ക് തവിട കൊടുത്തിട്ടല്ലേ വന്ന്, ഇവർക്ക് തവിട കൊടുത്തിട്ട് വന്ന്. ഇനി വീട്ടിൽ കൊണ്ടുപോയി കെട്ടിയിട്ടിട്ട് വൈക്കോലിട്ട് കൊടുക്കുക കേട്ടാ. വാ, വെള്ളം മേലെ നോക്കൊരു മാതിരി ഈച്ച പോലൊരു സാധനം. അപ്പം നമ്മുടെ കഴുകി കഴിഞ്ഞോട്ട് ഇനി നമ്മൾ വീട്ടിലോട്ട് പോവാണ് കേട്ടാ. ബാ. അപ്പോൾ നമ്മൾ പശുവിനെ കഴുകി കയറ്റിയിട്ട് ഇനി വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പശുവിനെ വീട്ടിൽ കൊണ്ടുപോയി കെട്ടിയിടുക കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ രാവിലത്തെ ഒരു റൊട്ടീനാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. നമ്മൾ രാവിലെ എണിച്ച് പാല് ഇറക്കുന്നതും അതുപോലെ ക്ലീൻ ചെയ്യുന്നതൊക്കെ നമ്മൾ എപ്പോഴും ഇടുന്നതുകൊണ്ട് ക്ലീനിങ് വീഡിയോസൊന്നും എടുത്തിട്ടില്ല. പിന്നെ പോത്തുകളെ അഴിച്ചു കെട്ടുന്നതും അവർക്ക് തീറ്റ കൊടുക്കുന്നതും എന്താ അതുപോലെ കഴുകാൻ കൊണ്ടുവരുന്നതൊക്കെ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.